നാമത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 60-ാം സങ്കീർത്തനം 12-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ഉറച്ച നിലപാട് നമ്മെ അറിയിക്കുകയാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. എത്ര നല്ല തീരുമാനമാണിത്! ആരെല്ലാം കർത്താവിനോടൊത്ത് അധ്വാനിക്കുന്നുവോ, കർത്താവിനോടൊത്ത് പ്രവർത്തിക്കുന്നുവോ, അവരുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ്. 2019 ഈ വർഷത്തിന്റെ അവസാന ദിനങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. 2020 ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നോളം കർത്താവ് നൽകിയ ഒരുപാട് നന്മകൾ 2019 അനേകർക്ക് അനുഗ്രഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദൈവപരിപാലനയുടെയും വർഷമായിരുന്നു. മറ്റു ചിലർക്ക് കണ്ണുനീരിൻ്റെ, പരാജയത്തിൻ്റെ, ചില വേർപാടിൻ്റെ, ദുഃഖങ്ങളുടെ വർഷമായി ഇത് മാറിയിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും കർത്താവിനോടൊത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. എൻ്റെ സഹോദര സഹോദരി, ഈ വചനത്തിൽ പൂർണ്ണമായും ഹൃദയമുറപ്പിച്ച് ഇന്നോളം കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നമ്മൾ അല്പസമയം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, മക്കളിലെ, തൊഴിൽ മേഖലകളിലെ, പ്രവർത്തന മണ്ഡലങ്ങളിലെ, നമ്മുടെ സമൂഹത്തിലെല്ലാം ഒരുപാട് നന്മകൾ, നമ്മുടെ ചിന്തകൾക്കപ്പുറമായി കർത്താവ് ഒരുപാട് കൃപകൾ വർഷിച്ചു, വലിയ കാരുണ്യം കാണിച്ചു. ഇതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് മനസ്സ് തുറന്ന് നമ്മുടെ സ്നേഹം അങ്ങ് എക്സ്പ്രസ് ചെയ്യാണ്. ഒരു നദി പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സ്നേഹം അങ്ങ് നിറഞ്ഞൊഴുകണം. നമ്മൾ കരമടിച്ച് നന്ദി പറഞ്ഞ് 2019 ഈ വർഷത്തെ ഓർത്ത്, കർത്താവിന്റെ പരിപാലനയെ ഓർത്ത് നന്ദിയോടെ കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാം മറന്ന് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ച് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ൊരായിരം നന്ദി. കർത്താവേ, ഈ വർഷത്തിൽ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തിനായി, സ്നേഹത്തിനായി, പരിപാലനയ്ക്കായി നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ആ വലിയ ബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി അടിച്ച് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ൊരായിരം നന്ദി. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും, ചെയ്ത നന്മകൾ ൊരായിരം നന്ദി. ഉച്ചത്തിൽ അങ്ങേറ്റു പറഞ്ഞേ, യേശുവേ, നീ ചെയ്ത നന്മകൾ
നിനക്കൊരായിരം നന്ദി. നീ ചെയ്ത നന്മകൾ Glory, glory, glory. ഒരായിരം നന്ദി. ഇരു കരങ്ങളും നീ ഉയർത്തി ചെയ്ത നന്മകൾ 2019 വർഷത്തിൽ കർത്താവ് നടത്തിയ വഴികൾക്കായി, പരിപാലിച്ച നിമിഷങ്ങൾക്കായി, നമ്മളെ സംരക്ഷിച്ച ഓരോ സാഹചര്യത്തെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, തൊഴിൽ മേഖലകളെ ഓർത്ത്, പ്രവർത്തന മണ്ഡലങ്ങളെ ഓർത്ത് നന്ദിയോടെ ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഒരു മനസ്സോടെ ഞങ്ങൾ ഒരു കുടുംബമായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കായി, അങ്ങ് അനുവദിച്ച സഹനങ്ങൾക്കായി, പരാജയങ്ങളെ ഓർത്ത് നന്ദി, നന്ദി, നന്ദി. കർത്താവേ, നടത്തിയ വഴികളെ ഓർത്ത്, പരിപാലിച്ച നിമിഷങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു, ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു, തൊഴിൽ മേഖലകളുടെ മേൽ അവിടുത്തെ അതിശയകരമായ കരങ്ങൾ നീട്ടിത്തന്നു, ദുഷ്ടന്റെ കെട്ടുകളെ പൊട്ടിച്ചു. കർത്താവേ, നന്ദി. Thank you, Jesus. Hallelujah, hallelujah, hallelujah. എല്ലാ നന്മകൾക്കായി കർത്താവെ നന്ദി പറയുന്നു. 2020 പുതുവർഷം നമ്മൾ ആരംഭിക്കുകയാണ്. 2020 ഈ വർഷം ദൈവകൃപയുടെ വർഷമായി. 2020 അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും നാളുകളായി തീരുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സക്രിയ പ്രവചനം 10:1 പറയുന്നുണ്ട്, വസന്തവൃഷ്ടിയുടെ കാലത്ത് നിങ്ങൾ കർത്താവിനോട് മഴ ചോദിക്കുവിൻ. നമ്മൾ കർത്താവിനോട് ചോദിക്കുകയാണ്. 2020 ഈ വർഷം ആത്മശക്തിയുടെ, ആത്മകൃപയുടെ വർഷമായി. കർത്താവെ, അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മനസ്സിന്റെ ആശങ്കകൾ, ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് നമ്മുടെ മധ്യയുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. കൃപയെ മുടക്കുന്ന സകല തിന്മകളിൽ നിന്നും, ചീത്ത ബന്ധങ്ങളിൽ നിന്നും പുറമായി നമ്മൾ വിട്ടൊഴിഞ്ഞ് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ തീരുമാനമെടുത്ത് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച്, നമ്മുടെ ജീവിത മണ്ഡലങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. കർത്താവേ, കൃപ ചെയ്യണമേ. പുതിയ തീരുമാനങ്ങൾ എടുത്ത് കർത്താവേ, തീരുമാനങ്ങൾ അനുഗ്രഹിക്കണമേ. ബ്ലെസ് ലോർഡ്. 2020 വർഷം കൃപയുടെ വർഷമായി മാറട്ടെ. അനേകം ആത്മാക്കൾ യേശുവിനായി നേടുന്ന വർഷമായി തീരട്ടെ. We worship Lord. We worship Lord. തീരുമാനം ചെയ്തു മേലിൽ നമ്മൾ ഒരുമിച്ചേറ്റു പറയുന്നു. പിന്നിലേക്കില്ലൊരൽപ്പവും പിന്നിലേക്കിൽ അൽപ്പവും. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ എല്ലാ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 2020 വർഷം ദൈവകൃപയുടെ വർഷമായി, അഭിഷേകത്തിന്റെ വർഷമായി തീരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മളെല്ലാവരും ഒരു പുതിയ വർഷത്തിലാണ്.
പുതുവർഷത്തിൻ്റെ സകല നന്മകളും സ്നേഹത്തോടെ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. 2020 ഈ വർഷം കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും വർഷമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് തീരുമാനങ്ങളിലുള്ള സ്ഥിരതയെക്കുറിച്ചാണ്. തീരുമാനങ്ങളിലുള്ള സ്ഥിരത. ഇന്ന് അനേകം വ്യക്തികൾ ആത്മീയമായും ഭൗതികമായും ഉയർന്നവരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അവർ എടുത്ത ചില തീരുമാനങ്ങളാണ്. ഇന്ന് പലരും നിരാശിതരും ദുഃഖിതരും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലും അവരെടുത്ത ചില തീരുമാനങ്ങളാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുകയാണ്. തീരുമാനങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങൾ കർത്താവിൽ നിന്ന് വരുന്നതായിരിക്കണം. നമ്മുടെ ഓരോ തീരുമാനവും പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി പ്രകാരമുള്ള തീരുമാനങ്ങളായിരിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 24-ാം വചനത്തിൽ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്, അനേകരെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. എത്ര അർത്ഥവത്തായ തിരുവാക്യമാണിത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇന്ന് പലരുടെയും ജീവിതത്തിലെ നഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കും അവർ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കുമുള്ള ഒരു അടിസ്ഥാന കാരണം അവരുടെ ജീവിതത്തിൽ അവരെടുത്ത തീരുമാനങ്ങളിലെ പിഴവുകളാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കാനായിട്ട് കഴിയും. അവർ ചിന്തിച്ചു, ഞാൻ എടുത്ത തീരുമാനമാണ് ശരി. മാതാപിതാക്കൾ പറഞ്ഞു ഇത് ശരിയല്ല, ആത്മീയ ശുശ്രൂഷകർ പറഞ്ഞു ഇത് ശരിയല്ല, പിതാക്കന്മാർ പറഞ്ഞു ഇത് ശരിയല്ല, ഈ തീരുമാനം നിന്നെ നശിപ്പിച്ചു കളയും. എന്നാൽ ആ സമയത്തൊന്നും അതിലെ നന്മ മനസ്സിലാക്കാൻ കഴിയാതെ എടുത്തു ചാടി താനെടുത്ത തീരുമാനത്തിന് പുറകെ പോയി എന്തുമാത്രം നഷ്ടങ്ങളാണ്. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ജീവിതം എല്ലാ വിധത്തിലും നശിച്ചുപോയ തകർന്നുപോയ അനേകരെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും കർത്താവിൻ്റെ ആലോചന പ്രകാരമായിരിക്കണം. ഇത് മറക്കരുത്. ഈ പുതുവർഷത്തിൽ നമ്മുടെ പോളിസി ആയിരിക്കണം, ഇത് നമ്മളെടുക്കുന്ന നിലപാടായിരിക്കണം. നമ്മുടെ ഓരോ ഡിസിഷനും പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി പ്രകാരമായിരിക്കണം. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? നമ്മൾ മുന്നിൽ കാണുന്ന ചില സാഹചര്യങ്ങൾ കണ്ട് നമ്മുടെ മുൻപിലുള്ള ചില സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കരുത്. അത് വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വരുത്തി വയ്ക്കും. കർത്താവിൻ്റെ തീരുമാനമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ തീരുമാനമായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. യോശുവ പുസ്തകത്തിലെ നമ്മെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ പ്രസ്താവനയുണ്ട്. പ്രവാചകൻ പറയുന്നത് 24-ാം അധ്യായം 15-ാമത്തെ വചനമാണ്. പ്രവാചകനായ ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം ശെഖേമിൽ വിളിച്ചുകൂട്ടുകയാണ്. തൻ്റെ മുൻപിൽ ജനലക്ഷങ്ങൾ നിൽക്കുകയാണ്. ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് മുൻപിൽ നിന്ന് താൻ ധൈര്യപൂർവ്വം വിളിച്ചു പറയാണ് 15-ാം വചനത്തിൽ, ഞാനും എൻ്റെ കുടുംബവും ദൈവമായ കർത്താവിനെ മാത്രം സേവിക്കും. ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്.
ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തീരുമാനം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അജണ്ട മറ്റൊന്നുമല്ല. ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് കർത്താവിനെ സേവിക്കും. എത്ര മനോഹരമായൊരു തീരുമാനം! ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് മുൻപിൽ ചങ്കൂറ്റത്തോടെ ജോഷ പ്രവാചകനെ തൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം അറിയിക്കാൻ പറ്റണമെങ്കിൽ ഈ സമയത്ത് ജോഷയുടെ ഭാര്യ എവിടെയുണ്ട്? ജോഷയുടെ മക്കളുണ്ട്. തൻ്റെ ഭാര്യയുടെയും മക്കളുടെ മുൻപിൽ വെച്ച് പരസ്യമായിട്ടാണ് ഈ പ്രസ്താവന നടത്തുന്നത്. ഇത് കള്ളപ്രസ്താവനയല്ല, വ്യാജ പ്രസ്താവനയല്ല. സത്യസന്ധമായി തൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം, അജണ്ട ജനത്തെ ജോഷ അറിയിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു പരസ്യമായി ഈ പ്രസ്താവന നടത്തുന്നതിന് മുൻപ് എത്രയോ പ്രാവശ്യം തൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ജോഷുവ ഇത് പങ്കുവെച്ച് കാണും. നമ്മുടെ കുടുംബത്തിന് വേറൊരു തീരുമാനമില്ല, നമ്മുടെ കുടുംബത്തിന് മറ്റൊരു അജണ്ടയില്ല. നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ കർത്താവിനായി വേർതിരിക്കപ്പെട്ടവരാണ്, നമ്മൾ കർത്താവിനെ സേവിക്കാനുള്ളവരാണ്. ജോഷപ്രവാചകന്റെ ഈ തീരുമാനത്തോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാം അനുകൂലിച്ച് അത് കൃപയായി അവർ സ്വീകരിക്കുക. എത്ര മനോഹരമായ തീരുമാനമാണിത്! നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇതുപോലെ ചില തീരുമാനങ്ങൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ പുതുവർഷത്തിൽ നമുക്കുണ്ടാകണം. നിശ്ചയമായും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹഗായി പ്രവചനം 2:19. ഈ പുതുവർഷത്തിൽ കർത്താവ് നമുക്ക് തരുന്ന പ്രൊഫറ്റിക് വേർഡാണിത്. ഇതൊരു പ്രവചന ദൂതാണ്. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ വ്യാപാരങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, കുടുംബത്തിൽ, നിങ്ങൾ ഓരോ ജീവിതത്തിലും എൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും. വീണ്ടും പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 3:9 പറയുന്നു, അനുഗ്രഹം അവകാശമാകാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും അനുഗ്രഹത്തിൻ്റെ അവകാശിയാണെന്നുള്ള ബോധ്യം മറന്ന് നമ്മൾ ജീവിക്കരുത്. നമ്മളിങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് അയ്യോ മേലേ വയ്യ എന്നും പറഞ്ഞ് നിരാശപ്പെട്ട് വെറുപുറത്ത് നരകിച്ച് ജീവിക്കാനുള്ളവരല്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. എപ്പോഴാണ് ഈ അഭിഷേകം നമ്മളിലേക്ക് പകരപ്പെടുന്നത്? നമ്മൾ കർത്താവിൻ്റെ തീരുമാനത്തിൽ ജീവിക്കുമ്പോഴാണ്. ഏതൊക്കെ തലങ്ങളിലാണ് നമുക്ക് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്? ഒന്നാമതായി വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇന്ന് ക്രൈസ്തവ വിശ്വാസം ഒരുപാട് അവഹേളിക്കപ്പെടുന്ന, അപഹസിക്കപ്പെടുന്ന നാളുകളിൽ നമ്മൾ ജീവിക്കുന്നത്. ഇതിന് നടുവിൽ നമ്മുടെ വിശ്വാസത്തെ കാക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ധീരതയോടെ പ്രഘോഷിക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. തല പോയാലും വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തീരുമാനമെടുത്താൽ കർത്താവിൻ്റെ സഭ തീയായിട്ട് മാറും. അനേകം ആത്മാക്കൾ സഭയിലേക്ക് ആകർഷിക്കപ്പെടും. ദാനിയേൽ പ്രവചനം അവിടെ 3-ാം അധ്യായം 17 മുതൽ 19 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിൻ്റെ ചക്രവർത്തിയാണ്. ഒരു നിയമം പുറപ്പെടുവിക്കും. സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കിയിട്ട് ഈ ബിംബത്തെ ആരാധിക്കുവാൻ രാജാവ് ഒരു നിയമം പാസ്സാക്കി, ഒരു ബില്ലങ്ങ് പാസ്സാക്കി. കൊട്ടും കുരവയും കാഹളവും ഈ നാദം കേൾക്കുമ്പോൾ ജനം മുഴുവൻ ഈ ബിംബത്തെ കുമ്പിട്ട് ആരാധിക്കുകയാണ്. എന്നാൽ പ്രവാചകനായ ദാനിയേലിന്റെ 3 കൂട്ടുകാരെ അവർ ഫെയ്ത്തിന് വേണ്ടി നിന്നു. ഈ വിവരം രാജാവ് അറിഞ്ഞു. രാജാവിൻ്റെ മുൻപിൽ അവർ ചങ്കൂറ്റത്തോടെ അവരുടെ വിശ്വാസം ഏറ്റുപറയാ. ഈ ഒരു ധീരതയാണ് ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടത്. നിസാര ലാഭത്തിന് നേട്ടത്തിന് വേണ്ടി നമ്മുടെ വിശ്വാസം വിട്ടുകളയരുത്. നമ്മൾ വലിയ കണക്ക് കൊടുക്കേണ്ടി വരും നിത്യതയിലെ കർത്താവിൻ്റെ മുൻപിൽ. പ്രിയപ്പെട്ടവരെ, ഈ 3 ചെറുപ്പക്കാര്, ഇതുപോലെ തീപിടിച്ച 10 ചെറുപ്പക്കാര് ഒരിടവകയിലും ഒരു രൂപതയിലുണ്ടെങ്കിൽ സഭ എന്തുമാത്രം വേഗതയിൽ വളർച്ച പ്രാപിക്കും. വിശ്വാസത്തിൻ്റെ ഡിഫൻഡേഴ്സായി ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ മാറണം. അതുകൊണ്ട് നിങ്ങൾ സഭയെ അറിയണം, നിങ്ങൾ വചനം അറിയണം,
നമ്മുടെ വിശ്വാസത്തെ അറിയണം. ഇവർ പറഞ്ഞു, രാജാവേ, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ ആരാധിക്കില്ല, ഞങ്ങൾ സത്യദൈവത്തെ മാത്രം ഞങ്ങൾ ആരാധിക്കൂ. ഈ തീരുമാനത്തിന് വേണ്ടി അവർ കൊടുത്ത വില, എന്തുമാത്രം പെയിൻഫുള്ളായ അനുഭവം അവർക്കുണ്ടായത്. എരിയുന്ന തീച്ചൂളയിലേക്ക് അവർ എറിഞ്ഞു കളഞ്ഞു. ആ തീച്ചൂളയിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു, അവർ സംരക്ഷിക്കപ്പെട്ടു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ റിസൾട്ടാണ്. വിശ്വാസത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തപ്പോൾ ഈ 3 ചെറുപ്പക്കാരുടെ തീരുമാനത്തിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തി എന്താ? ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 29-ാമത്തെ വചനം. രാജാവ് അത്ഭുതകരമായി കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. ഒരു പോറൽ പോലും ഏൽക്കാതെ 3 ചെറുപ്പക്കാരെ കത്തുന്ന ചോളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. രാജാവ് ഭയപ്പെട്ട് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ശദ്രക്കിൻ്റെയും മെഷേക്കിൻ്റെയും അബ്ദനോഗിയുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഈ ദൈവത്തെ മാത്രമേ ഇനി ഈ രാജ്യത്ത് ആരാധിക്കാവൂ. ഇതിനെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ തുണ്ടം തുണ്ടമായി, കഷ്ണം കഷ്ണമായി ഞാൻ അരിഞ്ഞു കളയും. ദൈവമേ, എത്ര കഠിനമായ തീരുമാനം! ആ രാജ്യം മുഴുവൻ കർത്താവിലേക്ക് തിരിയുകയാണ്. കർത്താവിൻ്റെ ശക്തി അവർ മനസ്സിലാക്കുകയാണ്. ഈ 3 ചെറുപ്പക്കാരെ വിശ്വാസത്തിന് വേണ്ടി എടുത്ത തീരുമാനത്തിലൂടെ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസത്തിന് വേണ്ടി തീരുമാനങ്ങളെടുക്കുക. നമുക്കറിയാം, പാസ്റ്റർ സജിത്ത്, അദ്ദേഹം കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും വിശ്വാസത്യങ്ങളും ആത്മാവ് ഉള്ളിൽ പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വില കൊടുത്ത അദ്ദേഹം, ഒരുപാട് അപമാനങ്ങളും സഹനങ്ങളും അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴും. പക്ഷെ ഇതിൻ്റെ നടുവിൽ താൻ തിരിച്ചറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം തീരുമാനമെടുത്ത് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഈ നാളുകളിൽ ബ്രദർ സജിത്തിലൂടെ സഭയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. രണ്ടാമത്, വിശുദ്ധിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കണം. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവർ, ഇന്ന് കാലുവെന്ത നായെ പോലെ ആധുനിക മനുഷ്യൻ ലോകത്തിന് വെറിക്കുത്തിന് പിറകെ പരക്കം പായുമ്പോൾ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിൽ, നമ്മൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തീരുമാനമെടുക്കണം. ദാനിയേൽ പ്രവചനം 1:8 നിങ്ങൾ നോക്കുക. പ്രവാചകനായ ദാനിയേൽ, അദ്ദേഹം ഒരു ടീനേജറായിരുന്ന കാലഘട്ടത്തിൽ, താനൊരു കൗമാര പ്രായത്തിലായിരിക്കുമ്പോൾ ദാനിയേൽ തീരുമാനമെടുത്തു, രാജാവ് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ആഹാരം കൊണ്ടോ അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടോ താൻ മലിനപ്പെടുകയില്ല. എന്താണ് ദാനിയേൽ എടുത്ത തീരുമാനം? എന്നെ മലിനപ്പെടുത്തുവാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. എന്നെ മലിനപ്പെടുത്തുവാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കുകയില്ല. എത്ര മനോഹരമായ തീരുമാനം! വിശുദ്ധിക്ക് വേണ്ടി ദാനിയേൽ കൊടുത്ത ഒരു പെയിനുണ്ട്, വിലയുണ്ട്. ദൈവമക്കളെ, ദൈവം കൊടുത്ത റിവാർഡ് എന്താ? ദാനിയേൽ പ്രവചനം 6:3 വരണം. ആ രാജ്യം മുഴുവൻ്റെയും അധിപനായി ദാനിയേലിനെ രാജാവ് ഉയർത്തുകയാണ്. അവിടുത്തെ ദേശാധിപതികളെക്കാളും പ്രധാന അധികാരികളെക്കാളും ഉന്നതനായി, അവരുടെ മേലാളായി ദാനിയേലിനെ ദൈവം ഉയർത്തി. വിശുദ്ധിക്ക് വേണ്ടി ആരൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുവോ, വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന ചീത്ത കൂട്ടുകെട്ടുകൾ, അശുദ്ധ ബന്ധങ്ങൾ, അവിഹിത വേക്ഷകൾ, വ്യഭിചാരങ്ങൾ, സ്വയംഭോഗം, സ്വവർഗഭോഗം, അശ്ലീല കാഴ്ചകൾ, അശ്ലീലമായ ബന്ധങ്ങൾ, ഇതെല്ലാം ജീവിത വിശുദ്ധിക്ക് വേണ്ടി ആരെല്ലാം യേശു ക്രിസ്തുവിനെ പ്രതി വിട്ടൊഴിയുന്നുവോ അവരുടെ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും. ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ! ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വെളിപ്പെടുത്തല. പറയപ്പെട്ടവരെ, ദാനിയേൽ ദൈവം ഉയർത്തി. വിശുദ്ധിക്ക് വേണ്ടി നല്ല തീരുമാനങ്ങൾ എടുക്കുക. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. കൃത്യമായൊരു പ്രാർത്ഥനാ ജീവിതം. എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കല്ല. അടക്കും ചിട്ടയുമുള്ള, കൃത്യമായ, സ്ഥിരതയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. മിക്കാ പ്രവചനം 7:7 പ്രവാചകൻ പറയാണ്, ഞാൻ എൻ്റെ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നാം കർത്താവിനെ ആശ്രയിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും. കൃത്യമായ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, സഭയുടെ പ്രാർത്ഥനകളിൽ നാം പങ്കുകൊണ്ട്
അതിലൂടെ കർത്താവ് പകരുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാനും ഈ പുതുവർഷത്തിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ തീരുമാനമെടുക്ക്. നിങ്ങളുടെ ജീവിതം ഡിഫറൻ്റായി പരിശുദ്ധാത്മാവ് മാറ്റും. നാലാമത്, സ്നേഹത്തോടുള്ള ബന്ധത്തിൽ വെറുപ്പ്, വൈരാഗ്യങ്ങൾ, മത്സര ബുദ്ധികൾ എല്ലാം വിട്ടുകളഞ്ഞ് സ്നേഹിക്കുവാൻ, എളിമപ്പെടുവാൻ നമ്മൾ തയ്യാറാകണം. ഉൽപ്പത്തിയുടെ പുസ്തകം 13:8 തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ നോക്കി അബ്രഹാം പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ സഹോദരന്മാരാണ്. വി ആർ ബ്രദേഴ്സ്. സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കിയവനായിരുന്നു നമ്മുടെ അബ്രഹാം പിതാവ്. ദൈവമക്കളെ, പണത്തെക്കാളും ഈ ലോകത്തിന് മറ്റ് വസ്തുവകകളെക്കാളും മറ്റെന്തിനേക്കാളും സ്നേഹത്തിന് നമ്മൾ വില കൽപ്പിക്കണം. ഒരിക്കലും സ്നേഹം മുറിഞ്ഞു പോകരുത്, ബന്ധങ്ങൾ ശിഥിലമായി പോകരുത്. ഈ പുതുവർഷത്തിൽ സ്നേഹത്തിന് വേണ്ടി തീരുമാനമെടുക്ക്. അബ്രഹാം ആരായിട്ട് മാറി? ഈ ഒരു നിലപാട് അബ്രഹാമിനെ എന്താക്കി മാറ്റി? പ്രഭാഷകന്റെ പുസ്തകം 44:19 പറയുന്നു, മഹത്വത്തിൽ തുല്യനായി അബ്രഹാമിനെ പോലെ മറ്റാരും തന്നെ ഇല്ല. ഹല്ലേലൂയ! എത്ര സുന്ദരമായ വചനം. മഹത്വത്തിൽ അബ്രഹാമിനെ മറികടക്കാൻ മറ്റൊരു വ്യക്തിത്വം ഇല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം സ്നേഹത്തിന് വേണ്ടി അത്രമാത്രം വില കൊടുത്തവനായിരുന്നു അബ്രഹാം. സ്നേഹത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയവൻ. ഈ പുതുവർഷത്തിൽ ഈ ഒരു തീരുമാനം നമുക്കുണ്ടാകട്ടെ. സ്നേഹബന്ധങ്ങൾ മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നവരായി നമ്മൾ മാറണം. അവസാനമായി, ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. എബ്രായ പുസ്തകം 11:25 മോശപ്രവാചകനെ കുറിച്ച് ദൈവാത്മാവ് നൽകുന്ന സാക്ഷ്യമാണ്. പാപത്തിന് നൈമിഷികമായ സുഖങ്ങളെക്കാൾ ദൈവജനത്തിന് കഷ്ടപ്പാടുകളിൽ പങ്കുചേർന്ന് അവരെ ഉദ്ധരിക്കുവാൻ മോശ തീരുമാനിച്ചു. എത്ര നല്ല തീരുമാനം! വേണമെങ്കിൽ ഈജിപ്തിൻ്റെ ഫറവയായി മോശയ്ക്ക് വാഴാമായിരുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും, ആ കൊട്ടാരത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ഒരു വലിയ രാജാവായി മോശയ്ക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ സകല സുഖങ്ങളും തൻ്റെ സകല കംഫർട്ടുകളും ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മോശ വലിച്ചെറിഞ്ഞ് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാൻ മോശ തീരുമാനിക്കുകയാണ്. ഇപ്രകാരം തീരുമാനമുള്ളവരെ കർത്താവ് കൈവിടിയില്ല. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും കർത്താവ് ഇറങ്ങി വന്ന് വഴി നടത്തിയ എത്രയോ ഉദാഹരണങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം. ഈ മക്കളെ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ കർത്താവ് നമ്മളെ ആശീർവദിക്കും. തീരുമാനങ്ങൾക്ക് വലിയ ശക്തിയുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ പുതുവർഷം തീരുമാനങ്ങളിൽ സ്ഥിരതയുള്ളവരായി, നമ്മൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനങ്ങളിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ പുതുവർഷത്തിൻ്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം